സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുറത്തുവരുന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് രാജ്യത്തിന് അങ്ങേയറ്റം നിരാശാജനകമെന്ന് സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഇത്രയും കേരള വിരുദ്ധമായ ബജറ്റ് ഉണ്ടായിട്ടില്ല. കേരളത്തിൻ്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യവും സംരക്ഷിക്കാൻ തയ്യാറാകാത്ത ബജറ്റ് ആയിപ്പോയി ഇതെന്ന് അങ്ങേയറ്റം പ്രതിഷേധത്തോടെയും വിഷമത്തോടെയും പറയുന്നുവെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ ഭാവിയെ കരുതിയും രാജ്യത്തിൻ്റെ വികസനത്തെയും ജനങ്ങളുടെ പുരോഗതിയെയും കരുതിയാണ് വേണ്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് മോദി സർക്കാരിൻ്റെ ആരോഗ്യത്തെ കരുതിയുള്ളതാണ്. ദുർബലമായ മുന്നണി സർക്കാരിൻ്റെ ആയുസ്സിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഗിമ്മിക്കും രാഷ്ട്രീയ എക്സൈസുമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. സാധാരണഗതിയിൽ എല്ലാ സംസ്ഥാനങ്ങളെയും താൽപ്പര്യങ്ങളെയും പരിഗണിക്കേണ്ടതാണ്. എന്നാൽ ഏറ്റവും ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കരുതിയിട്ടില്ല. ബജറ്റിൽ കേന്ദ്രമന്ത്രി രാജ്യത്തിൻ്റെ ഐക്യം, കോപ്പറേറ്റീവ് ഫെഡറലിസം, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ തുടങ്ങിയവയെക്കുറിച്ച് ബജറ്റിൽ പറയുന്നുണ്ട്. എന്നാൽ ഫെഡറലിസത്തെക്കുറിച്ച് പറയാൻ മോദി സർക്കാരിന് യാതൊരു അവകാശമില്ലെന്നും തെളിയിക്കുന്നതാണ് ഈ ബജറ്റിലെ സമീപനമെന്ന് കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. രാജ്യത്തെ ആകെയുള്ള വിഭവങ്ങൾ തങ്ങളുടെ മുന്നണി താൽപ്പര്യങ്ങൾ കണക്കിലെടുത്ത് ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം നൽകുക എന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്തതാണ്. പ്രഖ്യാപനങ്ങളല്ലാതെ കഴിഞ്ഞ ബജറ്റിൽ നിന്നും കാര്യമായ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ലെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള എംപിമാർ നേരത്തെ രംഗത്തെത്തിയിരുന്നു. കേരളത്തോട് കാണിച്ചത് കടുത്ത വിവേചനമെന്ന് കെ. രാധാകൃഷ്ണൻ പറഞ്ഞു. ഒരു ദേശീയ ബജറ്റാണിതെന്ന് പറയാൻ പോലും കഴിയില്ല. എല്ലാ അർത്ഥത്തിലും നിരാശാജനകമായ ബജറ്റാണ് മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്നും കെ. രാധാകൃഷ്ണൻ പറഞ്ഞു. കേരളത്തെ നിരാശപ്പെടുത്തിയെന്നും ആന്റണിയും രണ്ട് മന്ത്രിമാരല്ലാതെ മറ്റൊന്നും കേരളത്തിനില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതികരിച്ചു. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്.